തീർച്ചയായും ജനങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ ജനങ്ങള്, കേരളത്തിലെ ജനങ്ങൾ SDPI ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം, SDPI ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്ക അത് പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളോടും ഇവിടെയുള്ള കൂട്ടുമുന്നണി സംഘപരിവാര കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാര ശക്തികളോടും ഒറ്റയ്ക്ക് നിന്ന് ഈ ഇത്രമാത്രം വിജയം കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കാണ്. പക്ഷേ ഈ ഒറ്റക്കായിരിക്കുമ്പോൾ ചില ഞാഞ്ഞൂലുകള് ഇവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട, SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDPIയുടെ പ്രതിനിധികളുടെ വോട്ട് വേണ്ട, SDPIയുടെ പ്രതിനിധികളുടെ വോട്ട് വാങ്ങി അവര് പഞ്ചായത്തിന്റെ അധികാരം നടത്തില്ലത്രേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആണത്തമുണ്ടെങ്കിൽ SDPIയുടെ വോട്ട് വാങ്ങിയ MLA നിങ്ങൾ രാജിവെപ്പിക്ക് ആദ്യം. എന്നിട്ട് പറ ഞങ്ങളോട് പഞ്ചായത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടെന്ന്. ഞങ്ങളുടെ പ്രവർത്തകര് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് രാത്രിയും പകലൊന്നുമില്ലാതെ പ്രവർത്തിച്ച് ആണ് നിങ്ങൾ അഹങ്കരിക്കുന്ന MLA ഇവിടെ ഉണ്ടായത്. അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലെന്ന് ഏതെങ്കിലും പ്രദേശത്തെ ഏതെങ്കിലും കുട്ടി നേതാക്കൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ മണ്ഡലം ട്രഷററോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ മരിച്ചുപോയ MLAയുടെ മകനോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ പാറക്കടവുകാരനായ ഒരു MLA ഉണ്ട്, അദ്ദേഹത്തെ